PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 PSC നടത്തിയ LGS പരീക്ഷയുടെ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം അയർലൻഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ഉത്തരം മണിപ്പൂർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി രാജേന്ദ്ര പ്രസാദ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? പാർലമെന്റിനാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ? ഉത്തരം വൈകുണ്ഠസ്വാമി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2022 ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായ രാജ്യം? 2022 ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായ രാജ്യം? ഉത്തരം ഫ്രാൻസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17. പത്താമത്തെ ക്വസ്റ്റ്യൻ, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം പെരുംകുളം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി അഥവാ GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101ാം ഭേദഗതി പ്രകാരമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 16ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടൽ വനങ്ങൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. 18ാമത്തെ ക്വസ്റ്റ്യൻ, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ
കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സ്ഥാപിതമായത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. 21ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ലയാണ് മലപ്പുറം. 22ാമത്തെ ക്വസ്റ്റ്യൻ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 23ാമത്തെ ക്വസ്റ്റ്യൻ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട്. 25ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഉത്തരം പാലക്കാട്. 26ാമത്തെ ക്വസ്റ്റ്യൻ. സിങ്കുളം ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സിങ്കുളം ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടുക്കി. 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. ഉത്തരം നൂറനാട്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. 29ാമത്തെ ക്വസ്റ്റ്യൻ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? ഉത്തരം വെള്ളായണിക്കായൽ. 30ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം കുമളി. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിലെ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിതമായത്? ആലുവയിലാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം മേപ്പാടി. 33ാമത്തെ ക്വസ്റ്റ്യൻ. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. 34ാമത്തെ ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. 36ാമത്തെ ക്വസ്റ്റ്യൻ. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 37ാമത്തെ ക്വസ്റ്റ്യൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ജൂൾ. 38ാമത്തെ ക്വസ്റ്റ്യൻ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം തെലങ്കാന. 39ാമത്തെ ക്വസ്റ്റ്യൻ. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്ത്? 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം.
40ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. 41ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്. ഉത്തരം സ്റ്റേപ്പിസ്. 42ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയിലാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഉത്തരം തെന്മല. 44ാമത്തെ ക്വസ്റ്റ്യൻ, നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം വൃക്കയാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിക്കുന്നത് ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പർ. 47ാമത്തെ ക്വസ്റ്റ്യൻ, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് സിന്നബാർ എന്നാണ് അറിയപ്പെടുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഉത്തരം കേരള ഹൈക്കോടതി. 49ാമത്തെ ക്വസ്റ്റ്യൻ, കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം 8 ദിവസം. 50ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ജനീവ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.